ഭൂമിയുടെ ചർമ്മത്തിലും ഞരമ്പിലും ചവിട്ടിയേ ഞാൻ നടന്നിട്ടുള്ളൂ എന്ന് MT വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട്. അമ്മ ഓർമ്മിപ്പിച്ചതുപോലെ, അമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ കാലിൽ നോക്കിയേ നടന്നിട്ടുള്ളൂ ആ MT വാസുദേവൻ നായർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര പൂർത്തീകരിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളുണ്ട്. ഇനി മിനിറ്റുകളുടെ താമസം മാത്രമാണ്. MTക്ക് പ്രിയപ്പെട്ട കോഴിക്കോട് യാത്ര പറയുകയാണ്. കെ മധു ഉണ്ട്. മധു പറഞ്ഞോളൂ. ഇവിടെ ആ യാത്രയ്ക്ക് ഇവിടെ അവസാനമാവുകയാണ്. സ്മൃതിപഥത്തിൻ്റെ തുടക്കം. സ്മൃതിപഥത്തിലേക്ക് ആദ്യമെത്തുന്ന അതിഥി. ഒരിക്കലും ഒരാളും അതിഥിയായി കടന്നെത്താൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് MT വാസുദേവൻ നായർ കടന്നെത്തുന്നു. MT വാസുദേവൻ നായർ കടന്നെത്തുമ്പോൾ ഈ 29-നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് തന്നെ അത് തുറക്കുകയാണ്. സ്വർഗം തുറക്കുന്നു എന്നൊക്കെ പറയില്ലേ, ഇതും മറ്റൊരു സ്വർഗമുഖമാണ് എന്ന് പറയാം. സ്വർഗദ്വാരം എന്ന ശ്മശാനത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഇന്ത്യൻ പുരാണങ്ങളിൽ. അത് മോക്ഷം കിട്ടുന്നവർക്കുള്ള കവാടമാണ്. MTക്കായി കൂടി ഇവിടെ ഒരു ചിതയൊരുങ്ങുകയാണ്. അന്ത്യകർമ്മങ്ങൾ MTയുടെ സഹോദരൻ്റെ മകൻ സതീശൻ നിർവഹിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് ഒക്കെ അപ്പുറത്ത് MT വാസുദേവൻ നായർ എന്ന മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച കഥാകാരൻ, മലയാളത്തിൻ്റെ പല തലമുറകളെ വഴി നടത്തിയ എഴുത്തുകാരൻ, അദ്ദേഹം ഇതാ ആ വാഹനം ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. പുതിയ ശ്മശാനത്തിലേക്ക്, സ്മൃതിപഥത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനി അന്ത്യകർമ്മങ്ങൾ ഇവിടെ ആരംഭിക്കാനിരിക്കുന്നു. ഇവിടെയും വലിയൊരു ജനാവലിയുണ്ട്. വലിയൊരു ജനാവലി എന്ന് പറഞ്ഞാൽ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര ഒരു ജനാവലി എന്ന് അതിനർത്ഥമില്ല. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി ചടങ്ങുകളിലേക്ക് പോകുന്നു. 5:30 കാര്യങ്ങൾ പൂർത്തിയാക്കും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. കാലം എന്ന കൃതി തുടങ്ങുമ്പോൾ MT കടന്നു പോകുന്നത് നിറഞ്ഞൊഴുകുന്ന നിളാനദിയെയാണ്. ആ പേരാറ്റിൻ്റെ വിശുദ്ധി അപ്പാടെ ഒപ്പിയെടുത്തുകൊണ്ട് MT വാസുദേവൻ നായർ എന്നുള്ള എഴുത്തുകാരൻ കേരളത്തിൻ്റെ മണ്ണിലൂടെ ലോകത്തിൻ്റെ മാറിലേക്ക് നടക്കുന്നത് നമ്മൾ കണ്ടു. ആ നടക്കുന്നതിനിടയിൽ അദ്ദേഹം മലയാളത്തെ പരിഷ്കരിച്ചു, തൻ്റെ ഭാഷയെ നവീകരിച്ചു, തൻ്റെ സമൂഹത്തെ പുതിയ ഉത്തരവാദിത്വ ബോധം നൽകി. നിങ്ങളുടെ കാര്യങ്ങൾ ഇത്ര വിധം മോശമാണ്, അല്ലെങ്കിൽ ഇന്ന വിധത്തിൽ നല്ലതാണ് എന്ന് ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. പലപ്പോഴും ആത്മനിന്ദയോടുകൂടി ആ മനുഷ്യൻ ഇവിടെ വന്നെത്തുകയാണ്. ആത്മനിന്ദയോടുകൂടി MTയുടെ കഥാപാത്രങ്ങൾ നിന്നപ്പോൾ മലയാളി തന്നെയാണ് ലജ്ജിച്ചത്. പല സമരമുഖങ്ങൾക്കും ചെയ്യാനാവാത്തതിനേക്കാൾ കൂടുതൽ MTയുടെ കഥാപരിസരങ്ങൾ മലയാളിയെ നവീകരിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത്. ആ MT വാസുദേവൻ നായർ ഇവിടേക്ക് കടന്നെത്തുകയാണ്. ഇത് മറ്റൊരു മോക്ഷദ്വാരം, മറ്റൊരു സ്വർഗദ്വാരം. ഈ സ്മൃതിപഥം എന്ന ഈ സ്ഥലത്തേക്ക് MT കടന്നെത്തുമ്പോൾ ഇനി 5:30 കർമ്മങ്ങൾ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ സതീശൻ കുറേ കാലമായി MTക്കൊപ്പം തന്നെയുള്ള ആളാണ്. അദ്ദേഹമാണ് ഈ കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്.